ചമർവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നടന്ന അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ KT ജലീൽ MLA എടപ്പാളിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലയിലെ സ്വപ്ന പദ്ധതിയായ ചമർവട്ടം പദ്ധതിയിൽ സ്ഥലം MLA KT ജലീലും കരാറുകാരും ഒത്തുകളിച്ച് നടത്തുന്ന വൻ അഴിമതി അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യം. മാർച്ച് തുടങ്ങിയതിനെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ബലപ്രയോഗമുണ്ടായി. പ്രതിഷേധ സംഗമം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു. ഈ പ്രശ്നം ഇതിനകത്തുള്ള അക്കൗണ്ട്സ് ഓഫീസറാണ് ആദ്യം അധികൃതരെ അറിയിക്കുന്നത്. അക്കൗണ്ട്സ് ഓഫീസർ ഈ പ്രശ്നം അറിയിച്ചതിന് അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനം ട്രാൻസ്ഫറാണ്, സ്ഥലം മാറ്റമാണ്. ഉദ്യോഗതലത്തിലെ ഭീകരമായ പീഡനമായിരുന്നു. കരാറുകാർക്കുള്ള കമ്മീഷൻ പരിപാടിയായി ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പുനഃപ്രവൃത്തികൾ മാറുന്നു എന്ന ദുഃഖകരമായ സാഹചര്യം ഈ നാട്ടുകാർ അറിയേണ്ടതാണ് എന്ന് മുസ്ലിം ലീഗ് പാർട്ടി ബഹുജന മാർച്ചിൽ മുന്നോട്ട് വെക്കുകയാണ്. അഴിമതിക്ക് നേതൃത്വം നൽകിയ ജലീലിനെതിരെ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഫൈസൽ ബാബു പറഞ്ഞു. റെഗുലേറ്റർ നിർമ്മാണത്തിന് പ്രോജക്ട് തയ്യാറാക്കിയ ഡൽഹി IIT നിർദ്ദേശിച്ച നിലവാരമുള്ള ഷീറ്റുകൾക്ക് പകരം ചൈനയിൽ നിന്നിറക്കിയ നിലവാരമില്ലാത്ത ഷീറ്റുകൾ ഉപയോഗിച്ചതിന്റെ ഫലമായാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചോർച്ച. ഈ ഷീറ്റുകൾ ഇറക്കുമതി ചെയ്യാൻ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് കത്തെഴുതിയ തവനൂർ MLA KT ജലീലിന് അഴിമതിയിൽ നേരിട്ട് പങ്കുണ്ടെന്നാണ് ലീഗിന്റെ ആരോപണം. തവനൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് M അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുദൂർ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളായ അഷ്റഫ്, മുജീബ് പുളയ്ക്കൽ, മൊയ്തീൻ കോയ, MB അലിക്കുട്ടി മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുറ്റിപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,